നിങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ ബഡ്ജറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പോകുന്നുണ്ടോ? കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റൂളിൻ്റെ പേര് 30-50-20 റൂൾ എന്നാണ്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ ആദ്യത്തെ 30% ഷൂട്ടിങ്, ഫുഡ്, ക്യാമറ എക്സ്പെൻസ്, എഴുത്ത്, ലൊക്കേഷൻ കണ്ടുപിടിക്കൽ, എല്ലാ കാര്യങ്ങളും 30% എന്ന് പറയുമ്പോൾ 1,30,000 രൂപയായിരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ തീർക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ 50%, അതായത് 50,000 രൂപ വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഇടാനുള്ള പ്രധാനപ്പെട്ട കാരണം എഡിറ്ററിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവർ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ നല്ല പ്രൈസിങ് ആയിരിക്കും അവർ ചാർജ് ചെയ്യാം, സൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ കളർ ഗ്രേഡ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ 50% മിനിമം നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് 20% അത് പ്രൊമോഷനാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് കോണ്ടന്റുകളുണ്ട്. 5 കൊല്ലം മുമ്പല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഷോർട്ട് ഫിലിം നാട്ടുകാരെ അറിയിച്ചേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു വർക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നും ആളുകളെ അറിയിക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു പേജിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ നല്ല വർക്ക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറുണ്ട്. നിർബന്ധമായിട്ടും 20% നിങ്ങൾ പ്രൊമോഷൻസ് ചെയ്തിരിക്കണം. പ്രൊമോഷന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഒന്ന് പോസ്റ്റർ ക്രിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഗൂഗിൾ ആഡ്സ്, ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യണം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഫിലിം മേക്കിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തുള്ള ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊരു ഓൺലൈൻ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. അപ്പോൾ ഇതേപോലെയുള്ള കോണ്ടന്റ്സിനായിട്ട് ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക. ബൈ.